ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഇത് ബാക്കിലെ ബ്രേക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് എയറടിച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ബെൽറ്റായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്. അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എയർ ഫിൽറ്റർ അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. സ്പീഡോമീറ്ററും വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ട് ഈ ബുഷുകളൊക്കെ, ഈ ഷോക്കപ്പിൻ്റെ ബുഷ് നമുക്ക് രണ്ടും മാറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഷോക്കപ്പിൻ്റെ രണ്ട് ബുഷും മാറ്റും. ലിങ്ക് ബുഷിൻ്റെ ഈ കോളർ മാത്രം മാറ്റിയിട്ട് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്, എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.89 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ആ പച്ച ലൈറ്റാണ് നൽകിയത്. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, ബാറ്ററി ഓക്കെയാണ്. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, സെക്കൻഡറി എയർ ഫിൽറ്റർ പറയും, അത് അത്യാവശ്യം സ്പോഞ്ച് ടൈപ്പാണ്. അത് അത്യാവശ്യം പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയിടണം കേട്ടോ. ഏകദേശം ഒരു 30 രൂപ, ഒരു 50 രൂപയുടെ താഴേക്ക് വരുന്നുള്ളൂ. അതൊന്ന് മാറ്റണം. പിന്നെ അതുപോലെ ആക്സിഡൻറ്റിൻ്റെ കേബിള് ടൈറ്റൊന്നുമില്ല, പക്ഷേ കേബിൾ ഈ ത്രോട്ടിൻ്റെ ഈ ഇതിന് പ്ലേ കുറവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ തന്നെ അത് വണ്ടി നമ്മൾ തിരിക്കുമ്പോഴോ സൈഡിലൊക്കെ തിരിക്കുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആക്സിലേറ്റർ കൂടിയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കേബിളൊന്ന് കൈയോടെ മാറ്റിയിടാം. എന്താ പറയുക, നമുക്ക് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനില്ല ഇതിൽ. അപ്പോൾ കേബിളൊന്ന് കൈയോടെ മാറ്റിയിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല. ഓക്കെ, അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ മതി. ഓക്കെ.